ഞാൻ പോട്ടെ. ഭയം കൊണ്ടല്ല. ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. കേസ് നടത്തി ഏതായാലും നാട്ടുകാരുടെ ഇടവാക്കാരുടെ മുന്നിൽ എനിക്ക് നല്ലവളാവണ്ട. ഞാൻ മറക്കാൻ ശ്രമിച്ച് അവർക്കാർക്കും അറിയാൻ വയ്യാത്ത പല കഥകളുമുണ്ട്. അന്ന് അവർ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്ക്യൂ ഹോമിൽ ഞാൻ ഉണ്ടായിരുന്നു. സൈക്യാട്രിസ്റ്റിനടുത്തും പോയിട്ടുണ്ട്. എല്ലാം സത്യമാണെങ്കിലും അതിൽ പാതിയെ സത്യമുള്ളൂ. ഇനി ഈ സ്വത്തും പണവും കിട്ടി ഈ ആളുകളുടെ മുഖത്ത് നോക്കി എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞ് വളർന്നു വരികയാണ്. ഞാൻ തെണ്ടിയിട്ടാണെങ്കിലും അവൻ വളർത്തിക്കൊള്ളാം. പക്ഷേ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മരണത്തിന്റെ മുന്നിൽ പോലും ചെന്നുപെട്ട് എവിടെയോ ഒരു സഹോദരനാണെന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോയ ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ എന്നെ കുറിച്ച് ഇത്രയും മോശമായ ഒരു അഭിപ്രായം സൂക്ഷിച്ചു പോകുന്നത് എനിക്ക് സങ്കടമാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്നിവിടെ തങ്ങണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. ബുദ്ധിമുട്ടില്ല. സത്യമാണ് പറയുന്നതെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. സത്യങ്ങൾ പറയൂ. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. ജനിച്ചത് എവിടെയാണെന്ന് എനിക്കറിയില്ല. ആർക്കും അറിയില്ല. ഒരുപക്ഷെ എനിക്ക് ജന്മം തന്ന് എനിക്കറിയാൻ വയ്യാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയ്ക്കറിയാമായിരിക്കും. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ഓർഫനേജിലാണ്. ഡിഗ്രി പാസ്സായി അക്കൗണ്ടൻസിയുടെ ഒരു ഡിപ്ലോമയും കിട്ടി. തുടർന്ന് പഠിപ്പിക്കാൻ നിവർത്തിയില്ലെന്ന് മദർ പറഞ്ഞു. എന്നെ ജോലിക്കുള്ള അപേക്ഷകൾ അയക്കലായി. ഒരു ദിവസം ഇതാ മോളെ, നിനക്ക് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നിട്ടുണ്ട്. JJ എക്സ്പോർട്സിൽ നിന്ന്, ജെയിംസിന്റെ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നു. സെറ്റിയിലുള്ള ഹോട്ടൽ മയൂരിയിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. സൂസന്ന ലതിക, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ടേക്ക് യു സീറ്റ്. താങ്ക് യു സർ. സൂസൻ അല്ലേ? ഇരിക്കൂ. അനിത, എന്തായി? എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സെലക്ഷൻ ആയോ? അറിയില്ല. ഏതാണ്ട് സെലക്ട് ചെയ്ത പോലെയായി. സമയം സന്ധ്യ കഴിഞ്ഞു. എനിക്കാകെ പേടിയായി. കരച്ചിൽ വന്നു. എന്ത് ചെയ്യും? അപ്പൊ പിയൂൺ വന്ന് പറഞ്ഞു, പേടിക്കണ്ട, ഓർഫനേജിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ മറ്റേതോ മഠത്തിൽ താമസിക്കാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തോ അയാളുടെ മട്ടും ഭാവവും കണ്ടപ്പോ ഞാൻ അതൊക്കെ അങ്ങ് വിശ്വസിച്ചു. അവസാനമായപ്പോ ഞാൻ മാത്രമായി. MD വിളിക്കുന്നു. പുറത്തിറങ്ങിയോ? ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തോ ശീലമില്ലായിരുന്നു എനിക്കന്ന്. ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒരു അനുഭവം കൺമുമ്പിൽ വന്നപ്പോ എനിക്കറിയില്ല. എനിക്കൊരു ഭ്രാന്ത് പോലെ എന്തോ വരികയായിരുന്നു. പുറത്തു പോകാൻ വേറെ വഴിയുണ്ടാ? ഒരു വഴിയില്ല രക്ഷപ്പെടാൻ. ഇപ്പോ ആരുടെ SI അല്ല, കമ്മീഷണറാ, പുതിയ ആളാ.
വേഷം കെട്ട ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് മാറി നിൽക്കാൻ. അക്കാലത്താണ് ഒരു വലിയ ഭ്രാന്തെന്ന് പറയാനൊക്കില്ലെങ്കിലും അന്നത്തെ ഷോക്കിന് ശേഷം ഒന്നും ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എല്ലാ അവ്യക്തമായ ഓർമ്മകളല്ലാതെ ഒന്നും എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരുന്നു. സൂസന്നെ, നിന്റെ കാലാവധി കഴിഞ്ഞു, നിനക്ക് പോകാം. അളിയ കേസ് കെട്ടാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കി നോക്കാം. അവിടെ ഇവിടെ ഹലോ പെങ്ങളെ, ഞാൻ കേറിക്കോ. ഒരു ലിഫ്റ്റ് തരാം. അല്ല രാത്രി ഒറ്റയ്ക്ക് എങ്ങോട്ടോ സമയം ഹലോ എന്തെങ്കിലും ആരാളാവോ? പ്രശ്നമാണ്. വേഗം വിട്ടുള്ളിയാ, വേഗം വേഗം. എന്റെ ജീവിതത്തിന്റെ തുടക്കം അതായിരുന്നു. എന്തോ ജെയിംസിന് എന്നോട് സഹതാപം തോന്നി, എന്നെ ചികിത്സിപ്പിച്ചു. സത്യത്തിൽ അന്ന് ആ ജീപ്പ് നിർത്തുമ്പോൾ ആ ഹോട്ടലിൽ വെച്ച് കണ്ട ആളാണിതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ജെയിംസ് എന്നോട് പറയുകയാണ് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പൊന്നും തോന്നിയില്ല. സൂസന്ന, ഇതാരാണെന്ന് മനസ്സിലായോ? കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന ആളാണ് മിസ്റ്റർ ജെയിംസ്. ഐ എം സോറി. ഞാൻ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു പെണ്ണിനോട് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കാര്യത്തിലാണ്. യെസ് ഓർ നോ, ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയണം. സൂസന്നയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം.